സത്യം പറഞ്ഞാൽ ആ സ്വർണം തിരിച്ചു കൊടുത്താൽ ഞങ്ങൾ പ്രതികളാവുന്നുള്ള അവസ്ഥ വന്നു. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോ ആ സ്വർണം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഈ കാര്യം ഇപ്പൊ ഞങ്ങൾക്കും അങ്കിളിനും മാത്രമേ അറിയൂ. ഞങ്ങൾ ചെയ്തത് തെറ്റാണോ അങ്കിൾ? ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തു. അച്ഛന് കൊടുത്ത വാക്ക് ഞങ്ങൾക്ക് പാലിക്കാൻ കഴിഞ്ഞില്ല. അച്ഛൻ പറഞ്ഞതുപോലെ ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് ആ സ്വർണം പോലീസിൽ ഏൽപ്പിക്കണമായിരുന്നു അങ്കിൾ. അങ്ങനെ എങ്ങാനും നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ അത് ഏറ്റവും വലിയൊരു മണ്ടത്തരമായിട്ട് മാറിയത്. മനുഷ്യരായ കുറച്ചൊരു സത്യസന്ധതയൊക്കെ വേണം. അത് അവനവന് തന്നെ ആപത്താണെന്ന് തോന്നിയ ചില സത്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ കണ്ണടക്കേണ്ടി വരും. അണ്ണന്റെ ആദർശവും സത്യസന്ധതയൊക്കെ മാനിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ സ്വർണ്ണക്കടത്തുകാരോട് അങ്ങനെയൊന്നും കാണിക്കേണ്ട ഒരു കാര്യമില്ല. ഇക്കാര്യത്തിൽ നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം തന്നെ പൂർണ്ണമായിട്ടും ശരി. മതിയെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴാ ശരിക്കും സമാധാനമായത്. അങ്കിൾ ഞങ്ങളോട് നിൽക്കില്ലേ? നിൽക്കണം അങ്കിൾ. ഞങ്ങൾ ആ സ്വർണം കൈകാര്യം ചെയ്ത അത് അപകടമായിരിക്കും. ഞങ്ങൾക്കത് വിശ്വസിച്ച് ഏൽപ്പിക്കാൻ വേറെ ആരുമില്ല. കേരളത്തിലെ ജ്വല്ലറീസ് വഴി ആ ഗോൾഡ് സെയിൽ ചെയ്യാൻ നോക്കുന്നത് റിസ്ക് ആണ്. നമുക്ക് ബാംഗ്ലൂർ ബേസിലുള്ള മാർവാടീസ് ഉണ്ട്, ആ വഴി നോക്കാം. എന്താ? മതിയെങ്കിൽ അതെല്ലാം ഞങ്ങൾ അങ്കിളിന് വിട്ടു തന്നിരിക്കുന്നു. ആ ഗോൾഡ് നാളെ തന്നെ ഞങ്ങളിവിടെ എത്തിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇരു ചെവി അറിയാതെ ഞാൻ ഇന്ന് തന്നെ കാര്യങ്ങൾ നീക്കി തുടങ്ങും. നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. അങ്കിൾ, ഇപ്പോഴാ ഞങ്ങൾ ശരിക്കും രക്ഷപ്പെട്ടത് അല്ല രഘുവേട്ടാ? അതെങ്കിൽ അങ്കിൾ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്രാവശ്യം ശരിക്കും രക്ഷപ്പെടും, അതുറപ്പാ. ശരി മോളെ, നീ വിഷമിക്കണ്ട, എല്ലാം ഓക്കെ ആവും. നീ ധൈര്യമായിട്ടിരുന്നോ.